നമസ്കാരം. അഹമ്മദാബാദിലുണ്ടായ രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 290 അപകടത്തിൽ കൊല്ലപ്പെട്ട നഴ്സ് പുല്ലാട് സ്വദേശിനി രഞ്ജിത നായർ മലയാളികൾക്കെല്ലാം തീരാനോവായി മാറി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും മാതാവും അടങ്ങുന്ന കുടുംബം ഇനി എന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. പ്രിയപ്പെട്ട രഞ്ജിതയുടെ ആത്മശാന്തിക്കായി ഓരോ മലയാളിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവെയാണ് അവർ വംശീയമായും അസഭ്യപരമായും അവഹേളിച്ച് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. 9 മാസം മുമ്പ് കാഞ്ഞങ്ങാട് MLA അധിക്ഷേപിച്ച് പോസ്റ്റിട്ടതിന് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിശ്വകർമ്മ സമുദായത്തിനെതിരെയും ഇയാൾ മുമ്പ് പോസ്റ്റിട്ടിരുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ ഭരണകക്ഷിയിലെ ഉദ്യോഗ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. കേട്ടാൽ അറയ്ക്കുമിതമുള്ള ഒരു കമന്റാണ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ രഞ്ജിതയെപ്പറ്റി ഇയാൾ ഫേസ്ബുക്കിലിട്ടത്. അനുശോചന സന്ദേശങ്ങൾക്ക് താഴെയായിരുന്നു കമന്റ്. സർക്കാർ ജീവനക്കാരനായ ഒരാൾ തീർച്ചയായും സിവിൽ സർവീസ് മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. സർക്കാർ സർവീസിലുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ സഭ്യമല്ലാത്തതും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതുമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ആ നിലയ്ക്ക് തികഞ്ഞ ജാതിവാദിയും വംശീയവാദിയും സ്ത്രീവിരുദ്ധനുമായ പവിത്രനെ പോലുള്ളവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരോ എന്ന് സർക്കാർ തന്നെ പറയണം. നവോത്ഥാന ഭരണത്തിലും ജാതി ആക്ഷേപങ്ങളും വിവേചനങ്ങളും അതിശക്തമായി തുടരുകയാണ്. സെക്രട്ടേറിയറ്റിൽ അടുത്തിടെ നടന്ന ശുദ്ധികലശ വിവാദം ഈ വസ്തുതയെ അരക്കിട്ടുറപ്പിക്കുന്നു. ജാതി ആക്ഷേപം ആർക്കെതിരെ നടത്തിയാലും അവർക്കെതിരെ നടപടി വേണം. രഞ്ജിത നായർക്കെതിരെ ഇയാൾ നടത്തിയത് വംശീയ അധിക്ഷേപം മാത്രമല്ല, സ്ത്രീവിരുദ്ധ പരാമർശം കൂടിയാണ്. വിവാദം ഉയർന്നതോടെ മാപ്പ് ചോദിച്ച് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത്തരക്കാരുടെ ഹീന മനസ്സ് ഒട്ടും പവിത്രമല്ലെന്നതാണ് സത്യം.